ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിൽ നിർണായക സംഭാവന നൽകാൻ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. താങ്ങുവില ഉൾപ്പെടെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് ശരാശരി 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. അണ്ടർ 19 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ് സെമിയിൽ ശ്രീലങ്കയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിൽ നിർണായക സംഭാവന നൽകാൻ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21ാം നൂറ്റാണ്ട് കിഴക്കിനും ഏഷ്യയ്ക്കും ഇന്ത്യയ്ക്കുമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. अष्टलक्ष्मी महोत्सव नॉर्थ ईस्ट के बेहतर भविष्य का उत्सव है. ये विकास के नूतन सूर्योदय का उत्सव है जो विकसित भारत के मिशन को गति देने वाला है. आज नॉर्थ ईस्ट में इन्वेस्टमेंट के लिए इतना उत्साह है. बीते एक दशक में हम सब ने नॉर्थ ईस्ट रीजन के विकास की एक अद्भुत यात्रा देखी. नॉर्थ ईस्ट के राज्यों को भारत की ग्रोथ स्टोरी के साथ जोड़ने के लिए हमने हर संभव कदम उठाए. വികസിത ഭാരതം എന്ന ദൌത്യത്തിന് ഊർജ്ജം പകരുന്നതിനും വടക്കുകിഴക്കൻ മേഖലയിൽ വികസനത്തിന്റെ പുത്തൻ അധ്യായം കുറിക്കാനും മികച്ച ഭാവി ഉറപ്പാക്കാനും അഷ്ടലക്ഷ്മി മഹോത്സവത്തിന് സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ബിജെപി എംപി നിഷികാന്ത് ദുബെ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം രൂക്ഷമായത്. ട്രഷറി ബെഞ്ച് അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും പിരിഞ്ഞു. കോൺഗ്രസ് എംപി അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടതിനെ ചൊല്ലി ഉച്ചഭക്ഷണത്തിന് ശേഷം രാജ്യസഭ സമ്മേളിച്ചപ്പോൾ ട്രഷറി ബെഞ്ച് അംഗങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു. രാജ്യസഭാ ചേംബറിലെ പതിവ് പരിശോധനയ്ക്കിടെയാണ് ഒരു കെട്ട് കറൻസി നോട്ട് കണ്ടെത്തിയത്. അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയിരുന്നു. താങ്ങുവില ഉൾപ്പെടെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉൽപാദന ചെലവിന്റെ 50% താങ്ങുവില ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം രാജ്യസഭയെ അറിയിച്ചു. കർഷകരുടെ ക്ഷേമത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായും വിവിധ വിളകളുടെ താങ്ങുവില സർക്കാർ വർദ്ധിപ്പിച്ചതായും ചില വിളകൾക്ക് 100% താങ്ങുവില ലഭ്യമാക്കിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പ്രക്ഷേപണ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളെ ഉചിതമായ നയങ്ങളിലൂടെ പിന്തുണയ്ക്കുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. നെറ്റ്വർക്ക് ഡിജിറ്റൽവൽക്കരണം, ആധുനിക ഉപകരണങ്ങളിലേക്കുള്ള മാറ്റം തുടങ്ങി പ്രക്ഷേപണ രംഗത്ത് ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് ആകാശവാണി, ദൂരദർശൻ നെറ്റ്വർക്കുകളെ പ്രസാർ ഭാരതി തുടർച്ചയായി നവീകരിക്കുന്നുവെന്ന് അദ്ദേഹം രാജ്യസഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞു. സിം ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്കും സ്മാർട്ട് ഉപകരണങ്ങളിലേക്കും വീഡിയോ, ഓഡിയോ, ഡാറ്റ പ്രക്ഷേപണ സിഗ്നലുകൾ നേരിട്ടെത്തിക്കാൻ കഴിയുന്ന ഡയറക്ട് ടു മൊബൈൽ D2M ബ്രോഡ്കാസ്റ്റിംഗ് സാങ്കേതിക വിദ്യയ്ക്കായി പ്രസാർ ഭാരതി IIT കാൺപൂരുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി. വായുമലിനീകരണത്താൽ മാത്രം മരണമുണ്ടാകുന്നതായോ അസുഖത്തിന് കാരണമാകുന്നതായോ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 11ാം തവണയും മാറ്റം വരുത്താതെ RBI. റിപ്പോ നിരക്ക് 6.5% തുടരുന്നുവെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. ബാങ്കിംഗ് സംവിധാനത്തിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 6.25%-ലും മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 6.75%-ലും തുടരും. വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച നടത്തി. ധനമന്ത്രി വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, ധനകാര്യ സെക്രട്ടറി, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നിവരും പങ്കെടുത്തു. ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ വളരെ അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചിട്ടുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞു.
കേരളത്തിലെ ദേശീയപാത വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത സാമ്പത്തിക വർഷം യൂണിറ്റിന് 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കേരളം വിശദമായ നിവേദനം നൽകിയത് 3.5 മാസങ്ങൾക്ക് ശേഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് എംപിമാർ ഇന്നലെ ശ്രീ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 7ാം പതിപ്പിന് ഈ മാസം 11-ന് തുടക്കമാകും. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലായി നടക്കുന്ന ഹാക്കത്തോൺ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്യും. ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ നൽകാനും യുവാക്കൾക്കിടയിൽ പ്രശ്നപരിഹാര മനസ്ഥിതി സൃഷ്ടിക്കാനുമാണ് ഹാക്കത്തോൺ ലക്ഷ്യമിടുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദക്ഷിണ കൊറിയയിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും സ്ഥിതിഗതികൾ ഉടൻ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. South Korea, India have a very important partnership. We also have very strong people-to-people ties in South Korea. We also have a large number of Indian nationals who live in South Korea. All these developments, we continue to maintain a close watch. If there is any eventuality or anything, these may have a bearing on the safety of our Indian nationals, as also bearing on our interests. We maintain a close watch and hopefully we hope that the situation in the country will stabilize soon. സിറിയയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളും രാജ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. അണ്ടർ-19 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ് സെമിയിൽ ശ്രീലങ്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്ക ഉയർത്തിയ 174 റൺസ് വിജയലക്ഷ്യം 21.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു. 36 പന്തിൽ 67 റൺസെടുത്ത വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. രണ്ടാം സെമിയിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയ ബംഗ്ലാദേശുമായാണ് ഇന്ത്യയുടെ ഫൈനൽ. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 180-ന് പുറത്ത്. 42 റൺസ് നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഓസ്ട്രേലിയയ്ക്കായി മിച്ചൽ സ്റ്റാർക്ക് 6 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഒന്നാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ നിന്ന് കാൽനടയായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയ കർഷകരുടെ സംഘത്തെ ഹരിയാന പോലീസ് തടഞ്ഞു. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ ആഹ്വാനം ചെയ്ത ദില്ലി ചലോ പ്രക്ഷോഭത്തിലെ കർഷകരെ നേതാക്കൾ താൽക്കാലികമായി തിരിച്ചുവിളിച്ചതായാണ് വിവരം. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയോട് ചേർന്നുള്ള 11 ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കാൻ ഹരിയാന ആഭ്യന്തര സെക്രട്ടറി സുമിത മിശ്ര ഉത്തരവിട്ടിരുന്നു. സമരം ചെയ്യുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭാഗീരഥ് ചൌധരി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് കർഷകർ സന്തുഷ്ടരായിരിക്കണമെന്നും കാർഷിക രംഗം സമൃദ്ധമാകണമെന്നുമാണ് കേന്ദ്രത്തിന്റെ ആഗ്രഹമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ കനൌജ് ജില്ലയിലെ ആഗ്ര ലക്നൌ അതിവേഗ പാതയിലുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. 18ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഡബിൾ ഡെക്കർ ബസ് നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടസ്ഥലം സന്ദർശിച്ച UP ജലശക്തി മന്ത്രി സ്വതന്ത്ര ദേവ് സിംഗ് പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിൽ നിർണായക സംഭാവന നൽകാൻ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. താങ്ങുവില ഉൾപ്പെടെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് ശരാശരി 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. അണ്ടർ-19 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ് സെമിയിൽ ശ്രീലങ്കയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.